ഞാൻ ഈ ഒരുങ്ങി ഇറങ്ങുന്നത് വേറെ എവിടേക്കും അല്ല കേട്ടോ. വീണ്ടും നാട്ടിലൊരു ഉത്സവമുണ്ട്. അപ്പം ഉത്സവത്തിന് പോകാതെ വേറെ എന്ത് പരിപാടിയേ. അങ്ങനെ ഇതാ ഞാനും അമ്മയും സായും കൂടി ഇത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ അമ്പലത്തിക്കൊക്കെ വരല്, ഉത്സവത്തിന് വരലും പോകലൊക്കെ ഓരോ കൂടെയായിരുന്നു. പക്ഷേ ഒരാരും ഇപ്പോൾ നാട്ടിലില്ല. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ ഓരും വന്നിട്ടില്ലായിരുന്നു. ഈ തവണ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എന്തായാലും ഓരോ ട്രാൻസിഷൻ. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി നേരെ അമ്പലത്തിന് മുകളിലുള്ള ഒരു മലയിൽ കയറിയിട്ട്. അപ്പോൾ അവിടെ മുത്തപ്പൻതറയും മൂർത്തിത്തറയാണ് കേട്ടോ. എല്ലാ തവണയും ഈ 2 ആൾക്കാരും ഇതേ സംഭവം തന്നെയാണ് അവതരിപ്പിക്കലും. പക്ഷേ എന്താണെന്നറിയില്ല, ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഇത് സത്യം പറഞ്ഞാൽ മുത്തപ്പൻ വെള്ളാട്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്കിഷ്ടമുള്ള പോലെ തന്നെ എൻ്റെ കുട്ടിക്കും ഇഷ്ടം തന്നെയാണ്. സായു ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 1.5 വയസ്സായിട്ടുണ്ട്. പക്ഷേ എവിടെ അടങ്ങിയിരിക്കാത്തൊരു ടൈപ്പാണ്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ കുറേ നേരം അത് നോക്കിയിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ മൂർത്തിത്തറ നമ്മളടുത്തേക്ക് വന്നിട്ട് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ സായുവിനെ കൊണ്ട് നാണയം അടിയിപ്പിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് വന്നിട്ടോ. വന്നപ്പോഴത്തേക്ക് ഇതവിടെ മഞ്ഞത്താലപ്പലീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടി കണ്ടിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഞങ്ങളിത് അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് നിന്നുണ്ട് കേട്ടോ. കാരണം എന്നാലേ ഭഗവതി തറേനൊക്കെ നല്ല നേരിട്ട് കാണാൻ പറ്റുള്ളൂ. സായുവിനെ ഭഗവതി തറേനെ കാണിച്ചെടുത്തപ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. അവന് ഒരു കൂസലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നിന്നിട്ട് എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നിട്ടോ. കാരണം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പണ്ട് ഇവിടെ നിന്നാണ്ട് തറ കാണുന്ന സമയത്ത് ഈ ഭഗവതി തറ നമ്മുടെ അടുത്തേക്ക് ഓടി വരും, എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. ആ സമയത്ത് ഞങ്ങൾ തിരിഞ്ഞപ്പം മതിലൊക്കെ മാന്തി ആകെ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്നപ്പം ഓർമ്മ വന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം കാണട്ടെ കേട്ടോ വീഡിയോ. കാരണം ഞങ്ങൾ ഇപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റ് ആലോചിച്ച് ചിരിക്കലുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉത്സവത്തിന് പോയ എന്തെങ്കിലും വെറൈറ്റി ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ തറയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ വെടിക്കെട്ടും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.